ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 1/2 കിലോമീറ്ററുമാണുള്ളത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടെക്സ്ചർ ഡിസൈൻ എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് പണിതിരിക്കുന്നത്. LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചെറിയൊരു ചുറ്റുമതിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. 2 കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇന്നോവ പോലുള്ള 2 വലിയ വാഹനങ്ങൾ നമുക്ക് ഈ വീട്ടുമുറ്റത്ത് ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2-3 പേർക്ക് സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മഹാഗണി വുഡിൽ ഒറ്റപ്പടയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു കോർണർ സെറ്റ് ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. വാൾപേപ്പറൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റാണ് ഇവിടെ ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ നടന്നു ചെല്ലുന്നത് ഇവിടെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വലിയൊരു ക്രോക്കറി യൂണിറ്റും അതുകൂടാതെ സ്റ്റോറേജ് സ്പേസും അതിനോടൊപ്പം തന്നെ ചെറിയൊരു സ്റ്റഡി ടേബിളും കൂടി ബിൽഡർ ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. LED പ്രൊഫൈലേറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി സ്റ്റെയർവേക്ക് താഴെയായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കബോർഡ് ഡിസൈൻസ് തന്നെയാണ് ഇവിടെ ബിൽഡർ കൊടുത്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൂർ പാനൽസും ഹാങ്ങിങ് LED ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ഇവിടിന്റെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു കളർ തന്നെയാണ് കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. 2 ലെയറുകളായിട്ടാണ് മുകൾ ഭാഗത്ത് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് കിച്ചൺ പോലെ തന്നെയാണ് ബിൽഡർ ഇവിടെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. സിങ്കും കൂടാതെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടി നീളവും 11 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികൾ വരുന്ന ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു കബോർഡ് വർക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകളും കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കൂടിയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. വലതുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്റ്റെയർവേയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഹാൻഡ് റെയിലുകളാണ് ഇവിടെ കാണാനാവുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. 2 പോർഷനുകളായി തിരിച്ചിരിക്കുന്ന ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റ് ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കൂടാതെ വർക്ക് ചെയ്യുന്നതിനും ഒന്നുപോലെ തന്നെ ഉപകാരപ്രദമാവുന്ന നല്ലൊരു ടേബിൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 8 അടി നീളവും 6 അടി വീതിയും വരുന്നൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്.
അതുകൂടാതെ ഒരു കോർണറിലായി വാഷ് ബേസിനും ബിൽഡർ നൽകിയിട്ടുണ്ട്. ശേഷം നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. 10 അടി നീളവും 9 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ളൊരു വാർഡ്രോബും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഒരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. താഴ്ച നിലയിൽ കണ്ടതുപോലെ തന്നെ 13 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. വളരെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു മീഡിയം സൈസിൽ വരുന്ന ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കാണ് ഈ വീടിന്റെ ബാൽക്കണിയിൽ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.